ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 24 ശ്ലോകം 8. ഹിരണ്യകശിപുവിനെ പ്രഹ്ലാദനെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും ആ മനസ്സിലാവട്ടെ ശരീരത്തിലാവട്ടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. എന്തോ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. തൻ്റെ കൊട്ടാരത്തിലാണ് ഈ കുട്ടി, തൻ്റെ മോനായിട്ട് ജീവിക്കുകയാണ്. എന്നിട്ടും ഇത്രയും രഹസ്യമായിട്ടുള്ള ശക്തി ഇവൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ആരോ ഈ കുട്ടിയെ സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ വാളുകൊണ്ട് അങ്ങോട്ട് വധിക്കാൻ നോക്കിയാൽ അത് ചിലപ്പോൾ സാധിച്ചില്ലെങ്കിൽ അത് മോശമാവും. അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഗുരുക്കന്മാർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഒന്നും കൂടി നോക്കട്ടെ, വീട്ടിൽ കൊണ്ടുപോയിട്ട് വരുണപാശം കൊണ്ട് കെട്ടിയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഗുരുക്കന്മാർ അവരുടെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുപോയിട്ട് വരുണപാശം കൊണ്ട് കെട്ടി. അപ്പോൾ പിന്നെ പുറത്തേക്ക് പോകാനോ ഒന്നും സാധിക്കില്ലല്ലോ. ആ സമയത്ത് എന്തുണ്ടായി? സഹപാഠികളായ കുട്ടികളെ ഓർത്ത് പ്രഹ്ലാദൻ വിഷമിച്ചു. അവർ ഈ മായാലോകത്തിൻ്റെ കാര്യമല്ലേ പഠിക്കണത്, അഹങ്കാരത്തിനെ കുറിച്ചല്ലേ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണത്. അവർ വളർന്നു വരുന്ന കുട്ടികളല്ലേ, അവരെ രക്ഷിക്കാൻ തനിക്ക് പറ്റുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ വിളിച്ചു. അവർക്കാണെങ്കിൽ പ്രഹ്ലാദനോട് അതിയായ ആദരവാണ്. അവരും കേട്ടതല്ലേ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നിനക്ക് ഇത്ര ശക്തി പ്രഹ്ലാദ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് ഒക്കെ അവരെ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ കുട്ടികളെ കൂടി പ്രഹ്ലാദൻ തെറ്റായ വഴിക്ക് നയിക്കണു എന്ന് ഗുരുക്കന്മാർ വിചാരിച്ചു. ഹിരണ്യകശിപുവിന് വലിയ ആശങ്കയായി. ഇങ്ങനെ വളർന്നു വരുന്ന അസുരക്കുട്ടികളെല്ലാവരും വിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ എന്ന് ആ അസുരൻ വിചാരിച്ചു. ശ്ലോകം 8. തദാ ശങ്കാവിഷ്ട സ പുനഃ അതിദുഷ്ടോ അസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തം അരുണത് ഗുരോശ്ച അസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേ ത്വസ്തത്വം പരമമഭിവിജ്ഞാനമശിഷത്. ഏറ്റവും വലിയ ജ്ഞാനം ആ കുട്ടികൾക്ക് പ്രഹ്ലാദൻ പകർന്നു കൊടുത്തു. അർത്ഥം നോക്കാം. തഥാ അതിനുശേഷം അതിദുഷ്ട അസ്യ ജനക, ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ആ ഹിരണ്യകശിപു പ്രഹ്ലാദൻ്റെ അച്ഛൻ, സ ശങ്കാവിഷ്ട, വല്ലാത്ത സംഭ്രമമായി, സന്ദേഹവും ശങ്കയും ഭയവും ഒക്കെ എപ്പോഴും ഹിരണ്യകശിപുവിനെ പിന്തുടർന്നു. ഗുരുക്ത്യ, പ്രഹ്ലാദനെ പഠിപ്പിക്കുന്ന ചണ്ഡാമർക്കന്മാരുടെ ഉപദേശപ്രകാരം, പുന തദ്ഗേഹേ വരുണപാശൈ, ആ ഗുരുവിൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളൊന്നും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ വരുണപാശം കൊണ്ട് തം അരുണത്ത് കില, അരുണത്ത് എന്ന് പറഞ്ഞാൽ ബന്ധനം, ബന്ധിച്ചു അല്ലോ, അത്രയും അവർ ചെയ്തു. പുന സച, പിന്നീട് സ, ആ പ്രഹ്ലാദകുമാരനാകട്ടെ, ഗുരോ അസാന്നിധ്യേ, ഗുരുവിൻ്റെ, ഗുരു എപ്പോഴെങ്കിലും പുറത്തേക്ക് പോവുക കുറച്ച് നേരം വിശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ അനുഗാൻ ദൈത്യതനയാൻ, തൻ്റെ സഹപാഠികളായിട്ടുള്ള മറ്റ് അസുര കുട്ടികളെയൊക്കെ വിളിച്ചു. എന്നിട്ട് ഭവൽ ഭക്തേ തത്വം, അങ്ങയുടെ ഭക്തിയുടെ ആ പ്രാധാന്യം, അതിൻ്റെ സാരവും അതിൻ്റെ തത്വവും, പരമം വിജ്ഞാനമഭി, അതിൽ കൂടി അറിയേണ്ടുന്ന ഏറ്റവും വലിയ ജ്ഞാനത്തെയും അശിഷത്, കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും ആ കുട്ടിയെ ബാധിക്കാതിരിക്കുന്നത് കണ്ട ഹിരണ്യകശിപു വലിയ ശങ്കാവിഷ്ടനായി. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയാണത്രേ ഹോളിക. ഹോളിക എന്ന് പറയുന്ന അസുര സ്ത്രീ. അവർക്ക് വലിയൊരു സിദ്ധിയുണ്ട്. ഏത് അഗ്നിയുടെ ഉള്ളിൽ പോയിരുന്നാലും ചുറ്റുഭാഗത്തും അഗ്നി കത്തിയാലും അവർക്ക് ചൂടെടുക്കുക, അവരെ ദഹിക്കുക ചെയ്യില്ല.
അപ്പോൾ ഈ പ്രഹ്ലാദകുമാരനെ ഹോളികയുടെ മടിയിലിരുത്തിയിട്ട് ചുറ്റും തീയിട്ടു. എന്താണ്ടായേ? ഹോളിക കരിഞ്ഞുപോയി. എന്ത് സിദ്ധിയാവട്ടെ, എന്ത് അനുഗ്രഹമാവട്ടെ, ഭഗവാനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഭഗവത് ഭക്തനെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അത് സ്വയം വിപത്തായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ തൻ്റെ സഹോദരിയുടെ മരണവും എല്ലാം കൂടി കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് ഇനി ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലായി. ശങ്കാവിഷ്ടനായി, വല്ലാതെ പേടിച്ചു. തഥ ശങ്കാവിഷ്ട സ പുനർ അതിദുഷ്ടോ അസ്യ ജനക. ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ആ പിതാവ് ഗുരുക്ത്യാ തദ്ഗേഹേ കില, ഗുരുക്കന്മാരുടെ വീട്ടിൽ തന്നെ ഈ കുട്ടിയെ വരുണപാശൈസ്തം അരുണത്, വരുണപാശങ്ങളാൽ അരുണത് ബന്ധിച്ചു കെട്ടിയിട്ടു. ഗുരോശ്ച അസാന്നിധ്യേ, എപ്പോഴെങ്കിലും ഗുരുക്കന്മാർ പുറത്തേക്ക് പോണ ആ സമയത്ത് സ പുനര അനുഗാൻ ദൈത്യതനയാൻ, ആ പ്രഹ്ലാദൻ തൻ്റെ അനുഗന്മാരായിട്ടുള്ള സഹപാഠികളായിട്ടുള്ള ദൈത്യതനയാൻ അസുരക്കുട്ടികളെയൊക്കെ വിളിച്ചുകൂട്ടി ഭവത് ഭക്തേ തത്വം, അവിടുത്തെ ഭക്തിയുടെ തത്വം പറഞ്ഞുകൊടുത്തു. പരമമഭിവിജ്ഞാനം അശിഷത്, ഏറ്റവും വലിയ വിജ്ഞാനത്തെ, അനുഭവജ്ഞാനത്തെയും കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. സകല ലോകങ്ങളെയും ജനിച്ചു, വിഷ്ണുവിനെ പോലും ജയിച്ചു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഹിരണ്യകശിപു വല്ലാതെ ഭയപ്പെട്ടു. തനിക്കെതിരെ ആ വിഷ്ണു തന്നെ ആയിരിക്കും ഈ കുഞ്ഞു ഭക്തനിൽ കൂടി പ്രവർത്തിക്കുന്നത് എന്ന വിചാരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുറച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹിരണ്യകശിപു കാര്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ തങ്ങളുടെ യജമാനൻ പ്രഭു ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു, ഒരവസരം കൂടി ഞങ്ങൾക്ക് തരൂ. അവിടെ മറ്റ് അസുരക്കുട്ടികളുണ്ട്, അവരുടെ വഴിക്ക് അവരുടെ കൂടെ കളിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുമ്പോൾ പ്രഹ്ലാദൻ്റെ ഈ ബുദ്ധി മാറിക്കോളും എന്ന് പറഞ്ഞിട്ടാണ്, ഈശ്വരവിദ്വേഷം ഞങ്ങൾ വളർത്തിക്കൊള്ളാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് വീണ്ടും അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബന്ധിച്ചിരുന്നത്, പുറത്തേക്കൊന്നും പോകാണ്ടിരിക്കാൻ. എന്നിട്ടും എന്തുണ്ടായി? പ്രഹ്ലാദന് ഒരു ഇളക്കവും കുട്ടിയുടെ ഭക്തിക്ക് വന്നില്ല എന്ന് മാത്രമല്ല, അസുരപുത്രന്മാർ കൂടി അസുരന്മാരുടെ ആ വഴിയിൽ നിന്നും വ്യതിചലിച്ച് ഭക്തിയുടെ മാർഗത്തിൽ കൂടി തിരിയാനും അവസരമുണ്ടായി. അപ്പോൾ കുട്ടികൾ പ്രഹ്ലാദനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇത്രയും രസകരമായിട്ടുള്ള മഹത്തായിട്ടുള്ള ഈ ജ്ഞാനം കിട്ടിയത്? നമ്മളുടെ ഗുരുക്കന്മാർ ഈ ശണ്ടാമർക്കന്മാരല്ലേ? എന്നിട്ടും കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്കും വേറെ ആരും വരുന്നില്ല. എങ്ങനെയാണ് പ്രഹ്ലാദ ഇത് ലഭിച്ചത്? ഇത്രയും കേൾക്കാൻ സുഖകരമായ ഈ കഥകൾ ഞങ്ങളും ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒന്നും ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല. നിനക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് പ്രഹ്ലാദൻ താൻ അമ്മയുടെ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ നാരദൻ പിടിച്ചു കൊണ്ടുപോയ കാര്യം അതൊക്കെ പറയണത്. പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തു, ദേവനാവണോ ബ്രാഹ്മണനാവണോ അങ്ങനെയൊന്നുമില്ല. അസുരനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, പക്ഷിയായിക്കോട്ടെ, ആരു തന്നെയായാലും ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക, ആ മഹിമ തിരിച്ചറിയുക, അവനവനിലുള്ള ഈശ്വര ചൈതന്യത്തെ അറിയുക. അപ്പോൾ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അല്ലാതെ കുറേ ദാനം ചെയ്യുക, തപസ് ചെയ്യുക, ശുദ്ധമായിട്ട് നടക്കുക, കുറേ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക, അതൊന്നുമല്ല ഭഗവാനെ പ്രസാദിപ്പിക്കുന്നത്. അതൊക്കെ ഈ ഒരു വഴിയിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ വഴികളാണ്. ഭക്തി പരിശുദ്ധമാവുക, അതുമാത്രമേ വേണ്ടൂ ഭഗവാൻ പ്രസാദിക്കാൻ. എത്രയോ പാപം ചെയ്ത ജീവന്മാർ പോലും ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് തിരിയുകയും അവരുടെ ജന്മലക്ഷ്യം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങളും അങ്ങനെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ കുലത്തിൽ വളർന്നു വരുന്ന ചെറിയ കുട്ടികളെപ്പോലും പ്രഹ്ലാദൻ വഴിതെറ്റിക്കുന്നു എന്ന് കണ്ട ഹിരണ്യകശിപുവാണ് ഇനി അടുത്തതായിട്ട് ആരാണ് എൻ്റെ ശക്തി എന്ന് ചോദിക്കുന്നതും തൂണിൽ വാളുകൊണ്ട് വെട്ടാൻ തുടങ്ങുന്നതും ഒക്കെ. അത് അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ടാണ്. 8ാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദ ശങ്കാവിഷ്ട സ പുനരതിദുഷ്ടോ അസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തം അരുണത്
ഗുരോശ്ച അസാന്നിധ്യേ സ പുനർ